എന്നാലേ ആരായിരിക്കും ഗംഗയുടെ മുറിയിൽ മൈക്ക് വെച്ചേ? ഞാൻ. ബ്രോയ? അതെ, ഞാൻ തന്നെ ആ കല്യാണിയെ കൊണ്ട് ഗംഗയുടെ മുറിയിൽ ആ മൈക്ക് വെപ്പിച്ചത്. അല്ല, എന്നിട്ട് കല്യാണി ആ മുറി കയറിയത് ഫുട്ടേജിൽ കണ്ടില്ലല്ലോ. കൊള്ളാം അരവിന്ദേ, 2 ദിവസം മുമ്പ് ഈ വീട്ടില് CCTV വെച്ച എനിക്ക് കല്യാണി ഗംഗയുടെ മുറിയിൽ കയറുന്നത് CCTVയിൽ തെളിയുന്ന അറിഞ്ഞൂടെ? കല്യാണി മൈക്ക് ഫിറ്റ് ചെയ്യാൻ കയറിയ സമയത്ത് ആ CCTV ഓഫാക്കി വെച്ചിരുന്നു. അത് മാത്രം റെക്കോർഡാവാത്തത്. എന്റെ പൊന്നോ, എന്നാ ബുദ്ധിയാണ്. ഇതൊരു കഷ്ടം. ഇത് ആവശ്യത്തിന് വിളിച്ച കിട്ടില്ല. മോശം. എന്നാലും ആ മൈക്ക് വെച്ചത് ആരായിരിക്കും? എനിക്കോ ആന്റിക്കോ എന്ത് നേട്ടവാ പറ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ ആരാണെന്ന് എന്താണെന്നും കണ്ടുപിടിക്കാൻ നടക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അതെ, ഉറപ്പായും നിഗൂഢതകൾ തേടിയിറങ്ങി ആരോ ഒരു അജ്ഞാതൻ. എന്താ ഗംഗെ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിഗൂഢതയോ? എന്ത് നിഗൂഢത? അതെ, എന്ത് നിഗൂഢത? ഇനി അങ്ങനെ ആണെങ്കിൽ അത് ആനന്ദാകാനേ വഴിയുള്ളൂ. അതെ, ആനന്ദ് തന്നെ. ഇപ്പോ അവൾ ഇതിന്നൊരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ടാവും. ശത്രു കരുതലോടെ ഇരിക്കുമ്പോഴല്ല, അപ്രതീക്ഷിത സമയത്താവണം ആക്രമിക്കാൻ. എടുത്തു ചാടി ചെയ്തതെല്ലാം പരാജയത്തിലല്ലേ എത്തിയിട്ടുള്ളൂ. അത് ശരിയാ. വെയിറ്റ്. ഗംഗെ, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഒരു ചെറിയ ഷോപ്പിംഗ്. നീ വരുന്നോ? ഇല്ല, ആന്റി പോയിട്ട് വാ. ശരി. ആന്റി, അതെ, ആ ഷോപ്പിങ്ങിന് ഞാനും കൂടി വന്നാലോ എന്നൊരു ആലോചന ഇല്ലാതെയില്ല. ആലോചിച്ചോ, നന്നായിട്ട് ആലോചിച്ചോ. അല്ല, ഞാനെപ്പോഴേക്കും പോയിട്ട് വരാം. എന്നും പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. കൃഷ്ണേട്ടാ, ഇന്നിവിടെ നടന്ന സംഭവങ്ങളൊക്കെ മറന്നു. എന്നാലും ആ ഗംഗയുടെ മുറിയിൽ മയക്ക് വെച്ചത് ആരായിരിക്കും? ഏതായാലും ജയന്തി ആവാൻ വഴിയില്ല. അവള് വല്ലതും കട്ട് തിന്നാൻ കയറിയതാവും. ഹലോ, അതെ അതെ, രണ്ട് മുഹൂർത്തത്തിലാ. ലക്ഷ്യം തൃച്ചംബരത്തിന്റെ സർവനാശം. ഒരിക്കലും ആനന്ദും ഗംഗയും തമ്മിലുള്ള ഈ കല്യാണം നടക്കരുത്. വീട്ടിലെ നമുക്കൊന്ന് മീറ്റ് ചെയ്യണമല്ലോ. വെരി അർജന്റ്. ഷുവർ സർ. ഗംഗയെ കുറിച്ച് എന്തെങ്കിലും? അതെ, ഗംഗയെ കുറിച്ച് ചില പ്രധാന തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ആരാ അവള്? എന്താ അവളുടെ ഉദ്ദേശം? അത് ഫോണിലൂടെ വേണ്ട, നേരിട്ട് പറയാം. നമ്മൾ സാധാരണ മീറ്റ് ചെയ്യാറുള്ള ഒരു പാർക്കിൽ, അവിടേക്ക് വാ. ഗംഗ ആരാണെന്ന് തെളിയിക്കുന്ന എല്ലാ രേഖകളും അടങ്ങിയ ഒരു ഫയലുമായി ഞാനിപ്പോ അവിടെ എത്തും. ഞാൻ ഇറങ്ങുക. ശരി സർ, ഞാനും ഇറങ്ങുക. ശരി.
സോറി, ഞാനൊരു അർജന്റ് മീറ്റിംഗിന് പോവാ. കോൾ മീ ലേറ്റർ. എന്താ ഉണ്ടായത്? ആക്സിഡന്റ് സാറേ. നിന്റെ പ്രസൻസ് വേണം ഇവിടെ. കൃഷ്ണേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസമായി കാണുന്നതും കേൾക്കുന്നതുമെല്ലാം. ഇളയച്ചൻ വന്ന ഇതിനൊരു പരിഹാരം ആകുമെന്ന് കരുതി. ഏതൊക്കെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെന്നറിയോ? ഒരു നമ്പറിലും കിട്ടുന്നില്ല. ആളിനി ഏത് കൈലാസത്തിലാണെന്ന് സാക്ഷാൽ ഭഗവാനെ അറിയും. ക്ഷേത്രമായ ക്ഷേത്രങ്ങളിലെല്ലാം വഴിപാടും പൂജയും നടത്തി. ഇളയച്ചൻ പറഞ്ഞ എല്ലാ കർമ്മങ്ങളും ചെയ്തു. തൃച്ചംബരത്ത് ശ്രീചക്രം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വീടും. എന്നെ കാണാൻ വരുന്ന വഴിക്ക് ആക്സിഡന്റ് സംഭവിച്ചത്. ഓ, സർജറി കഴിഞ്ഞു. ബോധം വീണിട്ടില്ല. മിനിമം 10 മണിക്കൂർ എടുക്കും. ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഇപ്പോ ഒബ്സർവേഷനില്ല. 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റൂ. പിന്നെ ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെന്ന് ആനന്ദിന് അറിയാമല്ലോ. ഇവിടുത്തെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. വേറെ എവിടേക്കെങ്കിലും മാറ്റുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. ഏയ് നോ ഡോക്ടർ, ഈ ഒരു അവസ്ഥയിൽ അത് ഉചിതമല്ല. സിസ്റ്റർ, ഇദ്ദേഹത്തോട് ചോദിച്ച് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എടുക്കും. അവര് ബാംഗ്ലൂരിൽ തിരിക്കാനുള്ള തയ്യാറെടുപ്പില്ല. അവര് വരുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. ആനന്ദ് പൊക്കോ. അത് ഞാൻ പൊക്കോ. ശരി. ജയന്തി, ആന്റി ആരതി എടുത്തോണ്ട് വരൂ. ശരി ആന്റി, ഇപ്പൊ വരെ. കൃഷ്ണേട്ടാ, ഇത് ആന്റി. ഗംഗ കത്തിക്ക്. ആന്റി, ഇത് കല്യാണം നടത്തിക്കാനുള്ള വരമാണെന്ന് തോന്നുന്നത്. അഗ്നിയെ കെടുത്തത്തക്ക രീതിയിൽ നിശ്വാസവായുവിന്റെ വേഗവും താളവും കൂടിയിരിക്കുന്നു. എതിരേറ്റത് കഥനഭാരം നിറഞ്ഞ മനസ്സോടെ. ചോദ്യങ്ങളും സന്ദേഹങ്ങളും വിലയില്ലാ കടലിൽ ഉത്തരം കിട്ടാതെ കലങ്ങിമറിയുമ്പോ മനസ്സിന് അശാന്തിയുണ്ടാകും. അന്ധമായ ചിന്തകൾ നാം വിടും. പ്രതീക്ഷകൾ കൊഴിഞ്ഞു വീഴും. അതാണ് ജീവിതം. അവഗണിക്കുന്നത് ആപത്തു വരുത്തും. അഖിലയ്ക്ക് ആനന്ദിന്റെ കല്യാണത്തോടനുബന്ധിച്ച് എന്തൊക്കെയോ ആശങ്കകൾ. ചതിച്ചു ഈശ്വര. എന്തെങ്കിലും നാവെടുത്ത് വിളിച്ചു പറഞ്ഞ അതോടെ തീർന്നു കിട്ടും.
നിന്റെ താലികെട്ടും എന്റെ പട്ടാഭിഷേകവും ഒക്കെ. ആശങ്കയല്ല ഇളയച്ച, ഭയവാ. കൺമുന്നിൽ ഓരോരോ ദുർനിമിത്തങ്ങൾ കാട്ടിത്തരുന്നു. സമൂഹ വിവാഹത്തിൽ താലി കെട്ടാനിരുന്ന രണ്ടുപേർ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ഞാൻ മടങ്ങുന്നു. ഇളയച്ച, പിൻവിളി ശുഭസൂചകമല്ല. പ്രാർത്ഥിക്കും. കാഴ്ചമങ്ങിയതുകൊണ്ടല്ല, അവൾ അങ്ങനൊരു വിശ്വാസം നേടിയെടുത്തതുകൊണ്ടാ. വലിയുഞ്ഞെ, ഗംഗ ആരാണെന്ന് തെളിയിക്കുന്ന രേഖകളുമായി വരുന്ന വഴിയിൽ തന്നെ ഇങ്ങനൊരു അപകടം സംഭവിക്കണമെങ്കിൽ അതിന്റെ പിന്നിലും ഗംഗ തന്നെ ആയിക്കൂടെ? അങ്ങനെയാണെങ്കിൽ വലിയുഞ്ഞ് സൂക്ഷിക്കണം. ഹോസ്പിറ്റലിൽ നിന്ന് സുബ്രു ആണല്ലോ. എടുക്ക വലിയുഞ്ഞെ. ഹലോ. മെഡിസിൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ട്രിപ്പൊക്കെ കൃത്യസമയത്തിന് കൊടുക്കുന്നുണ്ടല്ലോ? അതെ സർ. ഓക്കെ. ആ ആനന്ദ, കൂടുതൽ സ്ട്രെയിൻ കൊടുക്കണ്ട. ഇതാ സ്റ്റേജ്. ഇടയ്ക്കിടയ്ക്ക് ബോധം പോവും. ഇനി അധികം ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് പുറത്ത് നിൽക്കാമോ പ്ലീസ്? കല്യാണത്തിന് എത്രത്തോളം ഡയമണ്ട്സ് കാണുമെന്ന് ഞാൻ ചേച്ചിയോട് പറയായിരുന്നു. അല്ലേ ചേച്ചി? അതെ. ഓഹോ, അതാണോ? അതാണ് തൃച്ചംബരം. തൃച്ചംബരത്തെ വെറും ഒരു ഡ്രൈവറുടെ മകൾക്ക് ഇങ്ങനെ വൈരം പതിച്ച ആഭരണങ്ങൾ നൽകേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയച്ചാ. അച്ഛൻ കേൾക്കാത്തത് ഭാഗ്യായി. ചേച്ചി ഇതൊക്കെ ഒന്നിട്ടെ, ഞാനൊന്ന് കാണട്ടെ. വേണോ അനിയൻകുട്ടാ? എന്റെ ഒരു ആഗ്രഹമല്ലേ ചേച്ചി, പ്ലീസ്. അവള് മുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ടാവും. എല്ലാം. അവൾ എന്നോട് ചോദിക്കില്ലേ ഞാനായിട്ട് മോൾക്ക് എന്ത് സമ്പാദ്യ കൊടുത്തെന്ന്? അപ്പൊ അച്ഛന് മറുപടി ഇല്ലാണ്ടാവരുതല്ലോ അതിന്. അയ്യേ, കല്യാണപ്പെണ്ണ് കരയാൻ പാടില്ല. എന്താ മോളിത്? സർ, എന്താ വേണ്ടത്? ഇത് ഗിരീഷ് കെ മേനോന്റെ ഓഫീസല്ലേ? അതെ സർ. സാറ് ഹോസ്പിറ്റലിലാണല്ലോ. ഞാൻ മിസ്റ്റർ ഗിരീഷ് കെ മേനോന്റെ ഫ്രണ്ടാണ്. ആണോ? ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആനന്ദ് കൃഷ്ണൻ. ഓ, അത് ശരി. ഇദ്ദേഹത്തെ കാണാൻ പോയപ്പോഴാണ് മിസ്റ്റർ മേനോൻ അപകടം സംഭവിച്ചത്. റിയലി സോറി സർ, എനിക്കറിയില്ലായിരുന്നു. എന്ത് സഹായമാണ് സർ ചെയ്യേണ്ടത്?
ഇവിടെ കുബേരൻ എന്ന പേരിൽ ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല സർ, ഇവിടെ ആ പേരിലൊരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് മേനോൻ സാറിന്റെ ക്യാബിനും ഡോക്യുമെന്റ്സ് ഒന്ന് നോക്കണമായിരുന്നു. അതെ, ഇതിന്റെ പാസ്വേഡ് അറിയോ? അറിയില്ല സർ. ഒരിക്കൽ ഒറ്റപ്പെടുന്നവർക്കെ കിട്ടൂ. ആന്റി കേട്ടിട്ടില്ലേ, ചിറക് വിരിക്കാൻ ധൈര്യം കാണിച്ചവനെ പറന്നിട്ടുള്ളൂ. പ്രിയങ്കെ, ധൈര്യമില്ലാത്തോണ്ടൊന്നും അല്ല. എന്റെ പല ചോദ്യങ്ങൾക്കും എനിക്ക് തന്നെ മറുപടി കിട്ടാതെ വന്നപ്പോഴാ ഞാൻ ഗംഗയെ പോലും കൂട്ടാതെ പ്രിയങ്കയെ തേടി വന്നത്. കല്യാണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പഠിച്ചത് 18 പയറ്റും ആനന്ദും അരവിന്ദും ആ പട്ടരും കൂടി. അതാ എനിക്കൊരു പേടി. ഈ ഒരു വാക്ക് മാത്രം മതി വിലാസിനിക്ക് ഒരു രാവും പകലും കഴിച്ചുകൂട്ടാൻ. പ്രത്യേകിച്ചും ഇന്നത്തെ രാത്രിക്ക് പതിവിലും ഇരുട്ട് കൂടും. വരാൻ പോകുന്ന മഹായുദ്ധത്തിന് ആയുധമൊരുക്കാൻ ഇരുള് മറയൊരുക്കി തരും. കൂട്ടത്തില് ആന്റിയും കരുതിക്കോ, ഇരുതല മൂർച്ചയുള്ളൊരു കഠാരം. കഴിക്കണം, അല്ലെങ്കിൽ ചേച്ചി പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന തറപ്പിച്ച് പറയണേ. എനിക്ക് എന്റെ ചേച്ചി വേണം വലിയ കുഞ്ഞ്. നിങ്ങളുണ്ടാവില്ലേ? അപ്പൊ നേരിട്ട് കാണാം. ഓക്കെ. എന്താ അനിയൻകുട്ടാ ഇത്? നിനക്ക് കാര്യങ്ങളെല്ലാം അറിവുള്ളതല്ലേ? നിന്റെ ചേച്ചിയെ ഞാൻ കൈവിടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ല. എടാ, ഞാൻ പിന്നെ വിളിക്കേ. എന്താണ് ബ്രോയും കുഞ്ഞളിനും കൂടി രാത്രിയില്? അച്ഛൻ ഉറപ്പിച്ചിരിക്കുന്ന കല്യാണം നടന്ന എന്റെ ചേച്ചി പിന്നെ ജീവിച്ചിരിക്കില്ല അരിയ കുഞ്ഞ്. എന്തായാലും ഇങ്ങനെ കല്യാണത്തിനെത്താൻ നോക്ക്. എന്റെ കല്യാണത്തിന് നീ വന്നില്ല. ശരി, പിന്നെ നിന്റെ ഗേൾഫ്രണ്ട് എന്ന് പറയണു? ആഹാ, കൊച്ചു കള്ള. ഇവൻ തന്നെ എന്റെ ഇര. റോസുമായിട്ടിരിക്കുന്നു. പിന്നെ അടുത്തത് നിന്റെ കല്യാണ. ഇളയച്ചൻ പറഞ്ഞിട്ട് പോയതുപോലെ പ്രാർത്ഥനയായി എപ്പോഴും. അതല്ല അഖിലേ, എന്റെ ടെൻഷൻ കല്യാണിയോ? അതെ, കല്യാണി തൃച്ചംബരം വിട്ട് പോകുന്നു ഓർക്കുമ്പോ വല്ലാത്തൊരു സങ്കടം. അവളിവിടുത്തെ ഒരു അംഗത്തെ പോലെ അല്ലായിരുന്നു. പാരമ്പര്യത്തിന് ചേരില്ല. തൃച്ചംബരത്തിന്റെ പാരമ്പര്യത്തിന് കളങ്കമുണ്ടാക്കുന്നതൊന്നും അഖിലാണ്ടേശ്വരി ചെയ്യില്ല എന്ന് മാത്രമല്ല, ചിന്തിക്കുക കൂടിയില്ല.
പരമ്പരാഗതമായി നടത്തിവരുന്ന ചടങ്ങ് അത്. തൃച്ചംബരത്ത് അംഗമാകാൻ പോകുന്ന പെണ്ണ് ആടയാഭരണങ്ങളൊക്കെ ഇട്ട് രാജകുമാരിയെപ്പോലെ പ്രത്യേകമൊരുക്കിയ ഇരിപ്പിടത്തിൽ വന്നിരിക്കും. കുടുംബത്തിലെ മുതിർന്നവർ മലരും അരിയും പൂക്കളും ഇട്ട് അനുഗ്രഹം കൊടുത്ത് കവിളത്ത് മഞ്ഞൾ പ്രസാദവും തൊടുവിക്കുമ്പോഴാ രാവിലത്തെ ചടങ്ങ് അവസാനിക്കുന്നത്. അതിനുശേഷം വൈകിട്ട് നിറദീപങ്ങളോടെ ഘോഷയാത്രയായി പോയി ക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ തിരുവൊരുക്കം ചടങ്ങ് തീരും. ഏകദന്തം മഹാകായം സപ്തകാഞ്ജനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം വിരാനനം ഭൂതഗണാതിസേവിതം കവിധ്വജം ഭൂബല. ചേച്ചി, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഇനി ചടങ്ങ് തുടങ്ങിക്കൂടെ? ആ, തുടങ്ങാം അല്ലേ കൃഷ്ണേട്ടാ? പിന്നെന്താ, വരൂ. ഗംഗ, ആദ്യം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് വരമഞ്ഞൾ ചാർത്താണ്. വാ, വന്ന് ഈ കസേരയിലേക്ക് ഇരിക്കും. വാ. കല്യാണി, നന്ദന, കല്യാണി വിളിക്ക്. ആ, ശരി ആന്റി. ഇതെന്ത് ചടങ്ങാ? ഇത് കല്യാണ പെണ്ണിന്റെ ദൃഷ്ടിദോഷം മാറാനും ദീർഘസുമംഗലിയായി ഇരിക്കാനുള്ള ചടങ്ങാണത്ര. ഓ,
വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഒരു സ്വപ്നം പോലെ എല്ലാം ചെയ്തിട്ട് നഷ്ടപ്പെടുത്താനാണോ ഇതൊക്കെ? ഒരു വശത്ത് എന്ത് സംഭവിച്ചാലും എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുമെന്ന് പറയുന്ന വലിയ കുഞ്ഞ്, മറുവശത്ത് ഉറപ്പിച്ച കല്യാണം നടന്നില്ലെങ്കിൽ ജീവിച്ചിരിക്കില്ലെന്ന് പറയുന്ന അച്ഛൻ. ഇതിനിടയില് ഞാൻ എന്താ അമ്മ ചെയ്യണ്ടേ? എന്നെ വിട്ടുപോയെങ്കിലും അമ്മയുടെ ആത്മാവിന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. വലിയ കുഞ്ഞിനെ പിരിയാൻ എനിക്ക് പറ്റില്ല അമ്മേ. മോളെ, ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിയുടെ വിളപ്പുറത്ത് അമ്മ കൂടെ ഉണ്ടാവും. നാളെ തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ വല്യുഞ്ഞി ചേച്ചിയുടെ കഴുത്തിൽ താല കെട്ടിയിരിക്കും. ഉറപ്പാ. മോളെ, ദേ വരുന്നച്ചാ. ഇതുപോലെയുള്ള കുബേര പ്രതിമ വേറെ ഉണ്ടോ? ഇല്ല സർ. സോറി. ഫയൽ നമ്പർ ആകാനാ സാധ്യത. ഈ കല്യാണം മുടക്കാൻ ഈ തെളിവുകൾ ധാരാളം. ഇത് ആന്റി കാണുന്ന നിമിഷം ഗംഗയെ അടിച്ച് പുറത്താക്കുകയും ചെയ്യും. അതിനും സംശയമില്ല. പക്ഷേ അപ്പോഴും പ്രശ്നം തീരുന്നില്ലല്ലോ. കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ആന്റി സമ്മതിക്കൂ? സമ്മതിപ്പിക്കും. ഗംഗയും പ്രിയങ്കയും കുടുംബത്തോട് കാട്ടുന്ന പകയും കല്യാണിയുടെ വിശ്വാസതയും പറഞ്ഞു ബോധ്യപ്പെടുത്തി അമ്മയെ കൊണ്ട് ഞാനിതിന് സമ്മതിപ്പിക്കും. അതിന് സാധിച്ചാ സന്തോഷം. പക്ഷേ എനിക്കെന്തോ ആന്റി അത്ര പെട്ടെന്നൊന്നും ഇതിന് സമ്മതിക്കാൻ തോന്നുന്നില്ല. സമ്മതിക്കും. അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നോക്കിയോ? മാഡം, ഒയ്യോയ്യോ, എന്തു പറ്റി? കണ്ടില്ലല്ലേ? മാഡം, എന്റെ അനിയൻകുട്ടൻ എവിടെ? അവനൊന്നും ചെയ്യരുത്. പേടിക്കണ്ടോ, ഇതുവരെ അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവനെ എന്റെ അടുത്തുണ്ട്. പക്ഷെ അവനെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ അത് നീ തന്നെ വിചാരിക്കും.
അനിയൻകുട്ടൻ എവിടെ? അവൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹ ചെയ്തേ? അവനെ വിട്ടേക്ക്. ഞാൻ മേഡത്തിന്റെ കാല് പിടിക്കാം. അതൊന്നും വേണ്ട മഹാറാണി, കാലൊന്നും പിടിക്കണ്ട. ഞാനൊരു കാര്യം പറയും, അതുപോലെ അങ്ങ് ചെയ്താ മതി. അനിയൻകുട്ടൻ പോയതുപോലെ ഇങ്ങ് തിരിച്ചെത്തിക്കോളും. എന്താ ചെയ്തൂടെ? ചെയ്യാം. എന്നാ വാ. നിന്റെ അനിയൻകുട്ടൻ ജീവനോട് തിരിച്ചു വരണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നല്ല വടിവത്ത അക്ഷരത്തിൽ നീ ഒരു കത്തെഴുതിയേ പറ്റൂ. നീയായിട്ട് എഴുതണ്ട, ഞാൻ പറയുന്ന പോലെ അങ്ങ് പകർത്തിയാ മതി. അപ്പൊ തുടങ്ങാല്ലേ? ബഹുമാനപ്പെട്ട അഖില മേഡത്തിന്, മേഡം എന്നോട് ക്ഷമിക്കണം. നേരിട്ട് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് കത്തെഴുതുന്നത്. അപ്പോ നിനക്ക് നിന്റെ അനിയൻകുട്ടനെ ജീവനോടെ വേണ്ട. ശരി, ആ പേനയും പേപ്പറും അവിടെ വെച്ചിട്ട് പൊയ്ക്കോ. വെറുതെ എന്തിനാ സമയം പാഴാക്കുന്നത്? വേണ്ട, ഞാൻ എഴുതാം. എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. അതാണ്. അപ്പൊ ഞാൻ കേട്ടതൊക്കെ ശരിയാണ്. നീ അവന്റെ ചേച്ചിയമ്മ തന്നെയാ, അതാ ഇത്ര ഫീലിങ്സ്. ശരി, സമയം കളയണ്ട, എഴുതി തുടങ്ങിക്കോ. ഇതെന്തു പറ്റി ഇത്ര വലിയ ഷോക്കാവാൻ? ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. ഉള്ള സത്യം എഴുതാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടും മൊയ്തീനും കാഞ്ചനമാലയും ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ കത്ത് എനിക്കല്ലല്ലോ, അഖിലേച്ചിക്കല്ലേ. അഖിലാണ്ടേശ്വരിയാണ് നിന്റെ മനസ്സിലിരി പറയേണ്ടത്. എന്താ എഴുത്ത് നിർത്തിയോ? അപ്പോ നിന്റെ അനിയൻകുട്ടനെ ജീവനോട് വേണ്ടേ നിനക്ക്? വേണ്ടെങ്കി വേണ്ട. അവളുടെ ഒരു പൂങ്കണ്ണീര്. ബാക്കി എഴുതടി. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? മറ്റൊരാളെ എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ പറ്റില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ വലിയ കുഞ്ഞിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എനിക്ക്, അത് മാത്രമല്ല എന്റെ വലിയ കുഞ്ഞ് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാനുള്ള ശക്തിയും ഇല്ല എനിക്ക്. എഴുത്, എഴുതടി. അതുകൊണ്ട് ഈ വീടും നാടും വിട്ടു പോവുകയാണ് ഞാൻ. എന്നോട് ക്ഷമിക്കണം മാഡം. എന്നെ ആരും അന്വേഷിച്ചു വരരുത്. എന്നോട് ഇതുവരെ കാട്ടിയ സ്നേഹത്തിൽ എങ്ങനെ കാണത്തക്ക രീതിയിൽ നിന്റെ അനിയൻകുട്ടനെ ജീവനോടെ വേണമെങ്കിൽ കൊണ്ടുപോയി വെക്കടി കത്ത് പൂജാമുറിയിൽ. താമസിക്കണ്ട. കത്ത് വെച്ചിട്ട് വരുമ്പോ നിന്റെ അനിയൻകുട്ടൻ എവിടെയുണ്ടെന്ന് ഞാൻ പറയും.
ഞങ്ങളെ എന്റെ അനിയൻകുട്ടന് ആപത്തൊന്നും വരുത്തല്ലേ. അവനെ എനിക്ക് വേണം. നിന്റെ കഴുത്തിൽ താലിയേറുന്ന ദിവസമല്ല നാളെ, കൊലക്കയർ വീഴാൻ പോകുന്ന ദിവസം. ആ കൊലക്കയർ മുറുക്കുന്ന ആരാച്ചാര് വേറെ ആരുമല്ല, നിന്നെ മൂത്ത മരുമകളെന്നും പറഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവന്ന എന്റെ അമ്മ തന്നെയാണ്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി തന്നെയാ നിന്റെ ആരാച്ചാരം. അണിഞ്ഞൊരുങ്ങി നിന്നോ, ചത്ത് കിടക്കുമ്പോഴും ചമഞ്ഞു കിടക്കണമെന്നാ. Now you start your countdown. അമ്മ ഈ തെളിവുകൾ കാണുന്ന നിമിഷം ഗംഗയെ അടിച്ച് പുറത്താക്കിയിരിക്കും. അതോടെ ഈ കല്യാണം മുടങ്ങണം. അതിന് ഈ തെളിവുകൾ ധാരാളം മതി. അതെ അതെ. അതാണ് ഇല്ലീഗൽ എന്ന് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ? യെസ് അതെ അതെ. നോക്കാം. ഷുവർ. ശരി. ഇല്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ധൃതി വേണ്ട. അതേതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് തീരുമാനിക്കാം നമുക്ക്. അതെ അത് മൊത്തത്തിലൊരു കള്ളലക്ഷണം. ആരായിരിക്കും ഫോണില്? ഇനി ആനന്ദായിരിക്കോ? അതിന് സാധ്യത ഇല്ലാതില്ല. അവനറിഞ്ഞ സംഗതി പാളും. ഏട്ടൻ മൊയ്തീന് കാഞ്ചനമാലയെ കാണാതെ ഉറക്കം വരുന്നില്ല എന്ന് തോന്നുന്നു. കഷ്ടം. ഈ മൊബൈൽ എന്റെ കയ്യിലിരിക്കട്ടെ, അല്ലെങ്കിൽ മൊയ്തീന് ഉറക്കം കിട്ടില്ല. മാഡം, ഇന്ന് ഈ മൊബൈൽ നിനക്ക് വേണ്ട. വേണമെങ്കിൽ പോയി നിന്റെ അനിയൻ ചെക്കനെ രക്ഷിച്ചോണ്ട് വാ. അവൻ നിന്റെ വിളപ്പുറത്തമ്മയുടെ ക്ഷേത്രത്തിനടുത്തുള്ള പൊളിഞ്ഞു വീഴാറായ ഒരു തറവാടില്ലേ, അതിനകത്തുണ്ട്. രക്ഷിക്കാൻ മിടുക്കിയാണല്ലോ നീ. പോയി നിന്റെ അനിയനെ രക്ഷിച്ചോണ്ട് വാ. അവക്കങ്ങ് മൊബൈല് കിട്ടിക്കോളാം വയ്യ. പോടി.
അനിയൻകുട്ടാ, എന്റെ വിളിപ്പുറത്തമ്മേ, അനിയൻകുട്ടൻ, എന്റെ ദേവി ഇവിടെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. എന്റെ അനിയൻകുട്ടൻ എവിടെ? എന്റെ വിവാഹം നടക്കണം. ബ്രോ, പക്ഷെ അതെങ്ങനെ? ബ്രോ എന്തൊക്കെ ഈ പറയുന്നേ? ബ്രോ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അത് പറ. നിനക്കറിയോ, നാഗമടത്തെ ഒരു നരുന്ത് പെണ്ണ് ഒരിക്കൽ കൂടി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തൃച്ചംബരത്തെ അവഹേളിച്ചു എന്ന് വരുന്നൊരവസ്ഥ ഇനി ഒരിക്കലും അമ്മ സഹിച്ചു എന്ന് വരില്ല. അതിലുപരി എന്റെ കല്യാണം രണ്ടാമതും മുടങ്ങിയാൽ അമ്മ ജീവിതം തന്നെ അവസാനിപ്പിച്ചു എന്ന് വരും. അതുകൊണ്ട് അമ്മ തീരുമാനിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ എന്റെ കല്യാണം നടന്നിരിക്കണം. ഓക്കെ, പക്ഷെ മാർഗം എങ്ങനെയാ എന്ന് ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മയ്ക്ക് കല്യാണി ഇഷ്ടമൊക്കെ തന്നെയാ. ഗംഗയും പ്രിയങ്കയും ഈ കുടുംബത്തോട് കാട്ടിയ, അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന നിഷ്ഠൂരമായ ചതിയും ക്രൂരതകളും ഒരു വശത്ത്, കല്യാണി ഈ കുടുംബത്തോട് കാണിക്കുന്ന കരുതലും വിശ്വാസവും മറുവശത്ത്. ഇത് രണ്ടും അമ്മയ്ക്ക് തിരിച്ചറിയാനായാൽ കല്യാണിയെ വിവാഹം കഴിക്കാൻ അമ്മ സമ്മതിക്കും. പ്രത്യേകിച്ചും എന്റെ രണ്ടാമത്തെ കല്യാണം കൂടി മുടങ്ങി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അമ്മ കല്യാണിയുടെ നന്മ തിരിച്ചറിയുന്ന തന്നെയാ എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അമ്മ എടുത്തു തരുന്ന താലി തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണിയുടെ കഴുത്തിൽ കെട്ടും. അതെന്റെ വിശ്വാസം. അവസാന രംഗം ആത്മഹത്യയാ. അത് കഥയായാലും അതെ, ജീവിതമായാലും അതെ. ഇവിടെ നിക്കടി. നീ അന്ന് എന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക്? നിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ നീ തുനിഞ്ഞിരുന്നെങ്കിൽ അതിൽ ആദ്യത്തെ ഇര ഞാനായിരിക്കുമെന്ന്. അത്രയ്ക്ക് ധൈര്യം നിനക്കുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യടി. കൊല്ലടി എന്നെ, കൊല്ലാൻ.